Welcome back. Mutual Fund series in the എത്രാമത്തെ പാർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് പാർട്ട് 6 ആൻഡ് ടുഡേസ് ടോപ്പിക് ഹൈബ്രിഡ് ഫണ്ട്സ്. അപ്പോൾ ഇക്വിറ്റി ഫണ്ട്സ് എന്താണ്, ഡെറ്റ് ഫണ്ട്സ് എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ വീഡിയോ സീരീസ് പാർട്ട് 1 തൊട്ട് കാണണം. അപ്പോൾ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പിൻഡ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്, ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റുന്നിടത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണ്ടേ? അപ്പോൾ ബേസിക്സ് ഒക്കെ നമുക്ക് നന്നായി മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ ഹൈബ്രിഡ് ഫണ്ട്സ്? ഹൈബ്രിഡ് എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഫണ്ട് മാനേജർ ഇക്വിറ്റീസിലും അതുപോലെ തന്നെ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലും മാറി മാറി ഇൻവെസ്റ്റ് ചെയ്യും. ഈ രണ്ട് അസറ്റ് ക്ലാസ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് രണ്ടിന്റെ ബെനിഫിറ്റ് നമ്മുടെ ഹൈബ്രിഡ് ഫണ്ട്സിന് കിട്ടും. അതായത് ഇക്വിറ്റി ഫണ്ടിന്റെ അത്ര റിസ്ക്കും ഇല്ല, ഡെറ്റ് ഫണ്ടിനേക്കാളും റിട്ടേൺസും കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പോഴും ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഡെറ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്കുള്ളതാണ് ഹൈബ്രിഡ് ഫണ്ട്. പക്ഷേ എപ്പോഴും ഓർക്കുക, കണ്ണും പൊട്ടിയിട്ട് ഒരു ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യരുത്. നമ്മളുടെ ലക്ഷ്യം അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് വേണം ഏത് ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ഒരു വർഷത്തേക്ക് നിങ്ങളെ പണം സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിക്ഷേപിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? ഡെഫിനറ്റ്ലി നിങ്ങൾ ഡെറ്റ് ഫണ്ട് സെലക്ട് ചെയ്യും. കാരണം ഡെറ്റ് ഫണ്ടിന് റിസ്ക് കുറവാണ്. ഹൈബ്രിഡ് ഫണ്ട് ഡെറ്റ് ഫണ്ടിനേക്കാളും റിസ്ക് കൂടുതലുള്ളതാണ്. കാരണം എന്തുകൊണ്ടാ? ഹൈബ്രിഡ് ഫണ്ടിൽ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല ഇക്വിറ്റീസിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് ഫണ്ട് മാനേജർ. അതുകൊണ്ട് ഡെറ്റ് ഫണ്ടിനേക്കാളും റിസ്ക് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ജനറലി നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം, നിങ്ങൾക്കൊരു 3 വർഷത്തേക്ക് അത്യാവശ്യം റിട്ടേൺസും കുറച്ച് റിസ്ക് ഉള്ള ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹൈബ്രിഡ് ഫണ്ട്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഹൈബ്രിഡ് ഫണ്ട്സ് ഷെയർസിലും ബോൺസിലും രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മോഡറേറ്റ് റിസ്ക് പ്രൊഫൈൽ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഹൈബ്രിഡ് ഫണ്ട്സ് സ്യൂട്ടബിൾ ആണ്. ആൻഡ് മ്യൂച്വൽ ഫണ്ട്സ് നിങ്ങളൊരു ബിഗിനർ ആണ്, ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹൈബ്രിഡ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഹൈബ്രിഡ് ഫണ്ട്സിൽ ഫണ്ട് മാനേജർ ഷെയറിലും ഇൻവെസ്റ്റ് ചെയ്യും, ബോൺസിലും ഇൻവെസ്റ്റ് ചെയ്യും. എത്രമാത്രമാണ് ഷെയർസിലും ബോൺസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓരോ ഫണ്ട് സ്കീമിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഹൈബ്രിഡ് ഫണ്ടിന്റെ ഫണ്ട് മാനേജർ ബോൺസിനെക്കാളും ഷെയർസിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതെങ്കിൽ ആ ഹൈബ്രിഡ് ഫണ്ടിനെ ഇക്വിറ്റി ഓറിയന്റഡ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയും. നേരെ തിരിച്ച് ഡെറ്റിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പയർ ടു ഇക്വിറ്റീസ്. അങ്ങനെയാണെങ്കിൽ അത്തരം ഹൈബ്രിഡ് ഫണ്ടിനെ ഡെറ്റ് ഓറിയന്റഡ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഹൈബ്രിഡ് ഫണ്ട്സിലെ സ്കീംസ് ഏതാണെന്ന് നോക്കണ്ടേ? പേടിക്കണ്ട, ഡെറ്റ് ഫണ്ട് പോലെ വലിയൊരു ലിസ്റ്റ് ഒന്നുമില്ല, ചെറിയൊരു ലിസ്റ്റ് ആണ്. അപ്പൊ ലിസ്റ്റ് പോരട്ടെ. ഓക്കെ, ഇതാണ് ലിസ്റ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഓരോ കാറ്റഗറിന്നും ഓരോ സ്കീമെന്നും എല്ലാ മ്യൂച്വൽ ഫണ്ടിനും ഒരു സ്കീമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് ഞാൻ ഡെറ്റ് ഫണ്ടിൽ പ്രത്യേകം എടുത്തു പറഞ്ഞില്ല, ഡെറ്റ് ഫണ്ടിൽ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ആ ഡെറ്റ് ഫണ്ടിന്റെ വീഡിയോയിൽ ഞാൻ അത് എടുത്ത് പറയാൻ വിട്ടുപോയി. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്. ഇപ്പൊ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിന് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് ഒരെണ്ണം ഉണ്ടെങ്കിൽ അത് ഒന്നേ ഉണ്ടാവുള്ളൂ. സെബിന്റെ നിയമപ്രകാരം എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസിനും അവർ ഏതെങ്കിലും സ്കീം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. നമ്മൾ ഇക്വിറ്റി ഫണ്ട്സിന്റെ കേസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതല്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ കണ്ടോ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് ആൻഡ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്. എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസിനും ഒന്നെങ്കിൽ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് അല്ലെങ്കിൽ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ സെബിന്റെ നിയമപ്രകാരം. ഓക്കെ, ഇതുപോലത്തെ ഒരു കേസ് നമ്മൾ ഇക്വിറ്റി ഫണ്ട്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? മനുഷ്യത്വത്തിലെ ഡയലോഗൊക്കെ പറഞ്ഞേ, ഏതായിരുന്നു ആ 2 ഫണ്ട്സ്? ഓർക്കുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എനിക്കത് കാണുമ്പോൾ കുറച്ച് സന്തോഷം. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നിങ്ങൾക്കത് ഓർമ്മയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കമന്റ് ചെയ്യാം. ദാറ്റ് മേക്സ് മീ ഹാപ്പി. ഓക്കെ, അപ്പം ഹൈബ്രിഡ് ഫണ്ടിലേക്ക് വരാം. അതായത് എല്ലാ മ്യൂച്വൽ ഫണ്ട് ഹൗസിനും ഈ 2 സ്കീമിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്. കൺസർവേറ്റീവ് എന്ന വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ പാർട്ട് 1 പറഞ്ഞില്ലേ, കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ, വളരെയധികം റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്കുള്ള ഒരു ഫണ്ടാണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ ഒരുപാട് റിട്ടേൺസ് ഒന്നും പ്രതീക്ഷിക്കരുത്, മോഡറേറ്റ് റിട്ടേൺസ് കിട്ടും. FDനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഈ ഫണ്ട് തരാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഒരു മിനിമം 3 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ്ലി റിസ്ക് കുറഞ്ഞിട്ട് ഒരു 3 വർഷത്തേക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ബാലൻസ് ഹൈബ്രിഡ് ഫണ്ട് ആൻഡ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്നേ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസിന് ഉണ്ടാവുള്ളൂ. ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഫണ്ട് മാനേജർ ബാലൻസ് ചെയ്യണം. അതായത് ഇക്വിറ്റീസിലും ഡെറ്റിലും ഏകദേശം ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഇവിടെ പറഞ്ഞ പോലെ ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിൽ 40 to 60% ഇൻവെസ്റ്റ് ചെയ്യും, ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ 40 to 60% ഇൻവെസ്റ്റ് ചെയ്യും. അതായത് വേണമെങ്കിൽ ഫണ്ട് മാനേജറിന് 50% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 50% ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ, ഈ 40 to 60% അകത്തുള്ള ഏത് കോമ്പിനേഷനിലും ഇക്വിറ്റിയിലും ഡെറ്റിലും മാറി മാറി ഫണ്ട് മാനേജർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇക്വിറ്റി ഫണ്ട്സിൽ അധികം ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കാണ്ട് ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഫണ്ട് മാനേജർ ഉണ്ടാക്കുന്നു. അതാണ് ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട്. ഓക്കെ, ഇനി അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്. അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് എന്താണ്? 65% to 80% ആണ് ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഡെറ്റിൽ 20 to 35%. അതായത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഇക്വിറ്റീസിലാണ്,
ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ കുറച്ച്. അപ്പം അഗ്രസീവ് മോഡാണ്, അതായത് ഇക്വിറ്റീസിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടിനെക്കാളും റിട്ടേൺസ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഏതാണ്? അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് ഇഷ്യൂ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് കുറവാണ് കമ്പയർ ടു അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്. മിക്ക മ്യൂച്വൽ ഫണ്ട് ഹൗസും അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം. ഓക്കെ, ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ അപ്ഡേറ്റ് ഫണ്ട് ലിസ്റ്റ് കൊടുത്തു. നമ്മൾ വാല്യൂ സെർച്ചിന്റെ വെബ്സൈറ്റിലാണുള്ളത്. കണ്ടോ, ഇത്രയും ഓപ്ഷൻസ് ഇവിടെ ഉള്ളൂ. ഇവിടെ സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ട്സ് ഈ ഒരു കാറ്റഗറിയിൽ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടാണ് പെടുന്നത്. ആൻഡ് ഇവിടുത്തെ റിട്ടേൺസ് നമ്മൾക്കൊന്ന് നോക്കാം. ഓക്കെ, ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്കൊരു 5 ഇയർ റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം റിട്ടേൺസ് കിട്ടിയത് 12.36 ആണ്. ഓക്കെ, റിട്ടേൺസ് മാത്രം നോക്കിയിട്ട് ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് വേറെയും ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ട, അതൊക്കെ നമ്മൾ വരുന്ന സീരീസിൽ പഠിക്കും. ബട്ട് മാക്സിമം 12.36 ഈ ഒരു ഫണ്ടിലെ ഒരു കാറ്റഗറി തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് നോക്കാം. അപ്പൊ ഈ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് എന്ന സ്കീം ഇത്രയും മ്യൂച്വൽ ഫണ്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ട്സ് ഈ ഒരു കാറ്റഗറിയിലും ഉണ്ട്. ഓക്കെ, അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടിലും സൊല്യൂഷൻ ഓറിയന്റഡ് ഫണ്ട്സ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾക്ക് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവില് എത്രയാണ് റിട്ടേൺസ് മാക്സിമം കിട്ടിയെന്ന് നോക്കാം. ഇവിടെ 14.25 ആണ് മാക്സിമം റിട്ടേൺസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ബാലൻസ് ഹൈബ്രിഡ് ഫണ്ടിനേക്കാളും കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ ചാൻസ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടിനാണ്. അപ്പം റിട്ടേൺസിന്റെ കൂടെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് വരുന്ന വീഡിയോസ് നോക്കാം. അപ്പം ഈ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടും ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ടും നിങ്ങളുടെ ഒരു റിസ്ക് പ്രൊഫൈലിനനുസരിച്ച് ബിഗിനേഴ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡൈനാമിക് അസറ്റ് ലൊക്കേഷൻ ഓർ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ്. ഈ ഫണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് മാനേജർ ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യും. അതായത് വേണമെങ്കിൽ ഫണ്ട് മാനേജറിന് 100% ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫണ്ട് മാനേജർക്ക് നേരെ തിരിച്ച് 100% ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 100% ഡെറ്റിൽ എന്തായാലും ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യില്ല, കാരണം റിട്ടേൺസ് വളരെ കുറവായിരിക്കുമല്ലോ. അപ്പം ഇവിടെ റിസ്ക് കൂടുതലാണ്. അതായത് വേണമെങ്കിൽ റിട്ടേൺസ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഫണ്ട് മാനേജർക്ക് 100% ഇക്വിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഈ മാർക്കറ്റിനനുസരിച്ച് ഫണ്ട് മാനേജർ ഇങ്ങനെ മാറി മാറി കളിക്കും. അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം ഡൈനാമിക്കലി ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അത് ഫണ്ട് മാനേജറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ആ ഫണ്ടിനെ അനലൈസ് ചെയ്യാം, ആ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ അതിന്റെ പാസ്റ്റ് റിട്ടേൺസ് ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തരം ഫണ്ട്സിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ആ അനാലിസിസ് ഒക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ പഠിക്കും. നെക്സ്റ്റ് മൾട്ടി അസറ്റ് അലോക്കേഷൻ. മൾട്ടി അസറ്റ് അലോക്കേഷൻ എന്താണ്? മൾട്ടി എന്താ? പലതരം അല്ലേ? ഇപ്പൊ ഇവിടെ 2 തരമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഒന്നെങ്കിൽ ഇക്വിറ്റീസ് അല്ലെങ്കിൽ ഡെറ്റ്. ഇനി വേറെ ഏതെങ്കിലും തരം ഉണ്ടോ? ഉണ്ടല്ലോ, കമ്മോഡിറ്റീസ്, ഗോൾഡ് ETF ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡെക്സ് ETFs. ഓക്കെ, ഇൻഡെക്സ് ETFസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ഇക്വിറ്റീസിലും ഡെറ്റിലും മറ്റുള്ള അസറ്റ് ക്ലാസ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന മറ്റുള്ള ETFs, ബേസിക്കലി ETFസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്സ്. ഓക്കെ, അപ്പൊ ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് മാനേജർ ഡൈവേഴ്സിഫൈ ആണ് ഫണ്ട് മാനേജർ പോർട്ട്ഫോളിയോ. അതായത് ഇക്വിറ്റീസിലും ഇടുന്നു, ഡെറ്റിലും ഇടുന്നു. ഇനി മൂന്നാമതൊരു അസറ്റ് ക്ലാസ്, അത് ഗോൾഡ് ആവാം അല്ലെങ്കിൽ ഇൻഡെക്സ് ETFs ആവാം. അങ്ങനെ മൂന്നാമതൊരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ പോർട്ട്ഫോളിയോ ഫണ്ട് മാനേജർ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? റിസ്ക് കുറയും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ആംഗിൾ കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു ചിന്തിക്കാം. അതായത് ഇവിടെ മൂന്നാമത്തെ അസറ്റ് ക്ലാസ് ആയ ETFസിന് ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം ETFസിൽ നമ്മൾക്ക് തന്നെ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാലോ, അല്ലെങ്കിൽ ETFസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് അല്ലെ, ഫണ്ട് ഓഫ് ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ തന്നെ എന്റെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ആണ്. എനിക്ക് ഈ ഒരു ഹൈബ്രിഡ് ഫണ്ടിൽ ഈ ഒരു ഫണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ തന്നെ എന്റെ പോർട്ട്ഫോളിയോ വേറെ അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡൈവേഴ്സിഫൈ ആണ്. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് ഞാൻ ഒഴിവാക്കിയിട്ട് ഇക്വിറ്റിയിലും ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന വേറെ ഹൈബ്രിഡ് ഫണ്ട്സ് എനിക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ 2 രീതിയിൽ നമുക്കിത് ചിന്തിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർബിട്രാജ് ഫണ്ട്. ആർബിട്രാജ് ഫണ്ടിൽ ഫണ്ട് മാനേജർ ഇക്വിറ്റീസിലും അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിലും ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഡെറിവേറ്റീവ്സ് എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നഷ്ടം നികത്താൻ. ഓർമ്മയുണ്ടോ? ഞാനിത് ഓപ്ഷൻസിന്റെ ബേസിക്സിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഫണ്ട് മാനേജർ, ഇത്തരം ഫണ്ടിലെ ഫണ്ട് മാനേജർ 0 റിസ്ക് സ്ട്രാറ്റജിയായ ആർബിട്രാജ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുക. ആർബിട്രാജ് സ്ട്രാറ്റജി എന്താണെന്നല്ലേ? ഓക്കെ, അതായത് ഒരേ അസറ്റിന് 2 മാർക്കറ്റിൽ ഒരു പ്രൈസ് ഡിഫറൻസ് വരുമ്പോൾ അത് യൂസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് ആർബിട്രാജ് സ്ട്രാറ്റജി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ NSE ഒരു ഷെയർ വാങ്ങി. ഓക്കെ, നാളെ BSEയിൽ ആ ഷെയർ പ്രൈസ് കുറച്ച് കൂടുമ്പം നിങ്ങൾ ഈ വാങ്ങിയ ഷെയർ BSEയിൽ വിൽക്കുന്നു. അപ്പോൾ ഇവിടെ 2 മാർക്കറ്റ് ഉണ്ട്, NSEയും BSEയും. അപ്പം ഇവിടെ ഒരേ അസറ്റിന്റെ പ്രൈസ് മാറുമ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്ത്, ആ പ്രൈസ് ഫ്ലക്ച്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾ അവിടെ ഒരു ലാഭം ഉണ്ടാക്കി. അപ്പൊ ഫണ്ട് മാനേജർ ഇത്തരം ഫണ്ട്സിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാഷ് മാർക്കറ്റിലെയും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് മാർക്കറ്റിലെയും ഒരേ അസറ്റിന്റെ പ്രൈസ് ഡിഫറൻസ്
മുതലാക്കിയിട്ട് അവിടെ ഒരു ലാഭം ഉണ്ടാക്കുന്നു. അതായത് ക്യാഷ് മാർക്കറ്റിൽ നിന്നും ഫ്യൂച്ചർ മാർക്കറ്റിൽ നിന്നും ഒരേ സമയം ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് ഫണ്ട് മാനേജർ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയാണ്, ഇതൊരു സീറോ റിസ്ക് സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു ഫണ്ടാണ് ആർബിട്രാജ് ഫണ്ട്. നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആർബിട്രാജ് ഫണ്ട് യൂസ് ചെയ്യാം. അപ്പം ആർബിട്രാജ് ഫണ്ട് ഹൈബ്രിഡ് ഫണ്ടിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫണ്ട് എന്ന് പറയുമ്പോൾ പലർക്കും ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഡെറ്റ് ഫണ്ടിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഹൈബ്രിഡ് ഫണ്ടിൽ ഏറ്റവും സേഫ് ആയ ആർബിട്രാജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഒന്നും കൂടി നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ ഹൈ ടാക്സ് ബ്രാക്കറ്റിന്റെ അകത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഗോ ഫോർ ആർബിട്രാജ് ഫണ്ട്. ഓക്കെ, ആർബിട്രാജ് ഫണ്ടിന്റെ ടാക്സേഷൻ എന്ന് പറയുന്നത് ഇക്വിറ്റി ഫണ്ടിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ടാക്സേഷൻ ആണ്. ടാക്സേഷൻ നമ്മൾ ഡെഫിനറ്റ്ലി ഈ വീഡിയോ സീരീസിൽ കവർ ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങളൊരു ഹൈ ടാക്സ് ബ്രാക്കറ്റിനകത്ത് വരുന്ന, നിങ്ങളുടെ ഇൻകം ഹൈ ടാക്സ് ബ്രാക്കറ്റിനകത്ത് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ആർബിട്രാജ് ഫണ്ടാണ് ഡെറ്റ് ഫണ്ടിനേക്കാളും നല്ലത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർബിട്രാജ് ഫണ്ട് കുറച്ചും കൂടി പോപ്പുലർ ആണ്. ഈ ടാക്സ് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് കുറച്ച് പോപ്പുലർ ആണ് ആർബിട്രാജ് ഫണ്ട്. നെക്സ്റ്റ്, ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്. ഇക്വിറ്റി സേവിങ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റീസിലും ഡെറ്റിലും ഡെറിവേറ്റീവ്സിലും ഈ മൂന്നിലും ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു റിട്ടേൺസ് ഞാൻ വാല്യൂ റിസർച്ചിൽ നോക്കിയപ്പം ഇക്വിറ്റി സേവിങ്സ് ആണ് ആർബിട്രാജിനെക്കാളും കൂടുതൽ റിട്ടേൺസ് തരുന്നത്. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ആർബിട്രാജ് ഫണ്ടാണ് ഏറ്റവും സേഫസ്റ്റ് ഫണ്ട്. അതുകൊണ്ട് റിട്ടേൺസ് കുറവായിരിക്കും, റിസ്ക്കും കുറവായിരിക്കും. അപ്പോൾ ഇക്വിറ്റി സേവിങ്സും ആർബിട്രാജും നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി സേവിങ്സ് ആണ് ആർബിട്രാജിനെക്കാളും കൂടുതൽ റിട്ടേൺസ് തരുന്നത്. അതുപോലെ തന്നെ റിസ്ക് എവിടെയാണ് കൂടുതൽ? ഇക്വിറ്റി സേവിങ്സിലാണ് കൂടുതൽ. ഓക്കെ, നൗ ലെറ്റ്സ് ക്വിക്ക്ലി റീക്യാപ്പ്. ഒരുപാട് ഫണ്ട്സ് ഉള്ളപ്പം ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ, അല്ലേ? അപ്പോൾ ഹൈബ്രിഡ് ഫണ്ട്സിന്റെ ഗുണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾക്ക് ഇക്വിറ്റീസ് റിട്ടേൺസ് തരണമെന്നില്ല, അതേപോലെ എപ്പോഴും നമുക്ക് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിന് റിട്ടേൺസ് കിട്ടണമെന്നില്ല. എല്ലാത്തിലും റിസ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു സീറോ റിസ്ക് കാറ്റഗറി ഒന്നുമില്ല, റിസ്ക് എല്ലാത്തിലും ഉണ്ട്. അപ്പം ഇവിടെ ഹൈബ്രിഡ് ഫണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആണ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോ സ്കീംസും എത്ര ആൾക്കാർക്കാണ് യൂസ്ഫുൾ ആവുന്നത് നോക്കാം. കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാനേജർ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ് നടത്തുന്നത്. അപ്പം ഇക്വിറ്റീസിൽ ഒരു 10 to 25% ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇക്വിറ്റീസിൽ എപ്പോഴും കുറച്ചെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മൾക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എന്നാലേ നമ്മൾക്കൊരു നല്ല കുറച്ച് റിട്ടേൺസ് ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇതൊരു എന്താ പറയുക, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്, അതായത് പണം നഷ്ടപ്പെടില്ല, കുറച്ച് റിട്ടേൺസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടാണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട്. ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റീസിലും ഡെറ്റിലും തുല്യമായിട്ട്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ 40 to 60% അതിൻ്റെ ഇടയിൽ ഉള്ള ഏത് കോമ്പിനേഷനും വരാം. ആ ഒരു കോമ്പിനേഷനിൽ ഇക്വിറ്റീസിലും ഡെറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടാണ് ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് റിസ്ക് ടേക്കറിന് യൂസ്ഫുൾ ആയിട്ടൊരു ഫണ്ടാണ്. അതായത് ബിഗിനേഴ്സിന്, എസ്പെഷ്യലി ബിഗിനേഴ്സിന് ഇക്വിറ്റീസിലും എക്സ്പോഷർ വേണം, ഡെറ്റിലും കുറച്ച് എക്സ്പോഷർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് മിനിമം ഒരു 5 കൊല്ലമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാലൻസ്ഡ് ഹൈബ്രിഡ് ഫണ്ട് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടൊരു ഫണ്ടാണ്. നെക്സ്റ്റ്, അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയാണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, കണ്ണും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് വളരെ സ്യൂട്ടബിൾ ആണ്. കാരണം ഇവിടെ ഇക്വിറ്റീസിലാണ് ഫണ്ട് മാനേജർ പ്രിഡോമിനൻ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുക, കുറച്ച് ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം അത്തരം അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സിന്, യങ് ആയിട്ടുള്ള അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്. നെക്സ്റ്റ്, ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഓർ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ്. ഇത്തരം ഫണ്ട്സിൽ ഫണ്ട് മാനേജർക്ക് ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് മാർക്കറ്റിന്റെ വൊളറ്റിലിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ വൊളറ്റിലിറ്റി ഒന്നും അധികം ഇഷ്ടപ്പെടാത്ത ഒരു സ്റ്റേബിൾ റിട്ടേൺ ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഓർ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി മൾട്ടി അസറ്റ് അലോക്കേഷൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ്. അതായത് ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ ഒരു ഫണ്ടാണ് മൾട്ടി അസറ്റ് അലോക്കേഷൻ. ഇനി ആർബിട്രാജ് ഫണ്ട്. ആർബിട്രാജ് ഫണ്ട് ഈ ഹൈബ്രിഡ് ഫണ്ടിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു ഫണ്ടാണ്. പിന്നെ ഇവിടെ ഡെറ്റ് ഫണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടാക്സ് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഒരു ഷോർട്ട് ടേം ഡ്യൂറേഷൻ, പ്രോബബ്ലി ഒരു 1 year ഒക്കെ നിങ്ങൾക്ക് ആർബിട്രാജ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആർബിട്രാജ് ഫണ്ടിൽ ഡെഫിനറ്റ്ലി ഒരു റീസണബിൾ റിട്ടേൺ വിത്ത് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇക്വിറ്റി സേവിങ്സ്. ഇക്വിറ്റി സേവിങ്സ് ഒരു മിനിമം 3 വർഷം ഇതേപോലെ ഒരു സ്റ്റെബിലിറ്റിയും വേണം, നിങ്ങൾക്ക് കുറച്ച് റിട്ടേണും വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇക്വിറ്റി സേവിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ആർബിട്രാജ് ഫണ്ടിനേക്കാളും കുറച്ച് റിസ്ക് കൂടിയതാണ് ഇക്വിറ്റി സേവിങ്സ് ഫണ്ട്. അപ്പം ഇത്രയാണ് ഹൈബ്രിഡ് ഫണ്ട്സിലെ ഈ സ്കീംസിനെ പറ്റിയൊക്കെ പറയാനുള്ളത്. ഇനി നമ്മൾ പഠിച്ച എല്ലാ ഫണ്ട്സിലെ എല്ലാ സ്കീംസും എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പാരാമീറ്ററാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതേപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ടേക്ക് കെയർ, ബൈ.